അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെ അനുസരിച്ച് കൊണ്ട് ജീവിക്കണം എന്ന് വസിയത്ത് ചെയ്തു. കഴിഞ്ഞ സംസാരത്തിൽ ബുദ്ധിയെയും ചിന്തയെയും കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കിയത്. മാറാതെ നിൽക്കുന്ന ഒരു കാര്യമാണ് ബുദ്ധി എന്നും മാറാൻ സാധ്യതയുള്ള ഒരു സാധനമാണ് ചിന്ത എന്നും നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മനസ്സിലാക്കി. ബുദ്ധി ഒരു മനുഷ്യന് സ്ഥിരമാണ്. ബുദ്ധിയുള്ളവർ എന്നും ബുദ്ധിയുള്ളവരായി തുടരും. മറ്റു പ്രശ്നങ്ങളൊന്നും വലിയ രീതിയിൽ വന്നില്ല എങ്കിൽ, അസുഖങ്ങളൊന്നും വന്നില്ല എങ്കിൽ. പക്ഷെ ചിന്ത ഏത് സമയത്തും മനുഷ്യന് മാറാൻ സാധ്യതയുള്ളതാണ് എന്ന ഒരു ബോധം നമുക്കുണ്ടാവണം. നമ്മുടെ മക്കളുടെ കാര്യം എടുത്താൽ, പുതിയ തലമുറയിലെ മക്കൾ, സ്കൂളിൽ പഠിക്കുന്ന, കോളേജിൽ പഠിക്കുന്ന മക്കൾ വളരെ പെട്ടെന്ന് തന്നെ ചിന്ത മാറാൻ സാധ്യതയുള്ള ആളുകളാണ് അവർ എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2026 ഏകദേശം ഒരു 3-ാമത്തെ മാസത്തിലെത്തി നിൽക്കാൻ വലിയ രീതിയിലുള്ള ചിന്താ മാറ്റങ്ങൾക്കൊക്കെ ലോകം സാക്ഷ്യം വഹിക്കുന്നു. ക്യാമ്പസുകൾ എന്നത്, സ്കൂള് കോളേജ് ക്യാമ്പസുകൾ ധാരാളം ചിന്തകൾ ഏറ്റുമുട്ടുന്ന ഇടങ്ങളാണ്. മക്കളെ മാർച്ച് മാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. SSLC പരീക്ഷ 1-2 ദിവസങ്ങൾക്കകം 5-ാം തീയതി ആരംഭിക്കും. +2 പരീക്ഷ ആരംഭിക്കാനിരിക്കുന്നു. മാർച്ച് മാസം അവസാനത്തോടെ പരീക്ഷകളെല്ലാം തീരും. മക്കളെക്കുറിച്ച് നമ്മൾ വലിയ ആശങ്കയും ചിന്തയും പുലർത്തുന്നവരാണ്. ഇത് കഴിഞ്ഞ് ജൂൺ മാസത്തിൽ സ്കൂൾ തുറക്കുമ്പോൾ, ജൂലൈ മാസമൊക്കെ ആകുമ്പോഴേക്ക് +1ലേക്കും ഡിഗ്രിയിലേക്കുമൊക്കെ അഡ്മിഷൻ നടത്തുമ്പോൾ എവിടെ മക്കളെ ചേർക്കണം, എങ്ങനെ പഠിപ്പിക്കണം എന്നതൊക്കെ വലിയ ചിന്തയാണ്. ആ സമയത്തൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട വിഷയമാണ്, നമ്മൾ കുട്ടികളെ അയക്കുന്ന ക്യാമ്പസുകൾ എന്തു തരത്തിലുള്ള ക്യാമ്പസുകളാണ് എന്ന ഒരു ചിന്ത നമുക്കുണ്ടാവണം. ആ ക്യാമ്പസുകൾക്കകത്ത് നമ്മുടെ മക്കളുടെ ചിന്തയെ മാറ്റാൻ ഉതകുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. കാരണം മക്കളാണ് വളരെ പെട്ടെന്ന് തന്നെ പലതരം ചിന്തയിലേക്കും മാറിപ്പോവാൻ സാധ്യതയുള്ള ആളുകൾ. നമ്മൾ എത്രയൊക്കെ നോക്കിയിട്ടും എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല. ആ മക്കളുടെ ചിന്തയെ ഉറച്ചു നിർത്തുന്ന തരത്തിലുള്ള സ്കൂളുകളും കോളേജുകളുമൊക്കെ നമ്മൾ തിരഞ്ഞെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ പ്രധാനമാണ്. ധാരാളം കുട്ടികൾ മയക്കുമരുന്നിന് അടിമപ്പെട്ട് ഈ ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്നൊക്കെ തിരിച്ചു വരുന്നതായി കാണാം. വലിയ പണം മുടക്കിയിട്ട് 4.5 ലക്ഷവും 5 ലക്ഷവും ഒക്കെ ഒരു കോഴ്സിന് മുടക്കിയിട്ട് കുട്ടിയെ കൊണ്ടുപോയി ബാംഗ്ലൂരിൽ ചേർക്കും. എന്നിട്ട് 1-2 വർഷത്തിനുള്ളിൽ എല്ലാ കോഴ്സിൻ്റെ എല്ലാ പരീക്ഷകളും തോറ്റ് മയക്കുമരുന്നിന് അടിമയാണെന്ന അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അവനെ തിരിച്ചു കൊണ്ടുവരുമ്പോൾ ഒരു പ്രശ്നം എന്താ, അവൻ്റെ സർട്ടിഫിക്കറ്റ് മുഴുവൻ ബാംഗ്ലൂരിലാണ് ഉള്ളത്. അത് തിരിച്ചു കിട്ടാൻ ആ മുഴുവൻ ഫീസ് മുടക്കേണ്ടി വരും. അങ്ങനെ 5 ലക്ഷവും 8 ലക്ഷവും ഒക്കെ അടച്ച്, ഫീസ് മുഴുവൻ അടച്ച് ആ കുട്ടിയെ ഒരു മയക്കുമരുന്നിന് അടിമയാക്കി തിരിച്ചു വരുന്നതായിട്ട് കാണാം. പെൺകുട്ടികളും അതുപോലെ തന്നെയാണ്. അപ്പോൾ കുട്ടികളെ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് അയക്കുമ്പോൾ സുരക്ഷിതരാണെന്ന് ഉറപ്പ് വരുത്താനുള്ള എല്ലാ സംവിധാനങ്ങളും നമ്മൾ ഒരുക്കണം. പെൺകുട്ടികളൊക്കെ ധാരാളം പേര് ഈ കോഴിക്കോട്ട് നിന്ന് ബസ് കയറിയിട്ട് പഠിക്കാൻ പോകുമ്പോൾ ടിക്കറ്റ് എടുക്കുമ്പോൾ അവർ ടിക്കറ്റ് എടുത്തിട്ടുണ്ടാവും. ബസ് കയറ്റി ബാപ്പ വിട്ട് അടുത്ത ബസ് പുറപ്പെട്ട് അടുത്ത സ്റ്റോപ്പ് എത്തിക്കഴിയുമ്പോഴേക്ക് കൂടെ ആ ബസ്സിൽ കൂടെ ഇരിക്കാനും സ്ലീപ്പർ ബസ്സിൽ കൂടെ കിടക്കാനും പോലും ആൺകുട്ടികളുണ്ട് എന്ന് ബസ് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളുകളോട് ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രമേൽ ചിന്ത മാറിപ്പോകുന്നവരാണ് നമ്മുടെ മക്കൾ. അതുകൊണ്ട് നല്ല ശ്രദ്ധ ഇവർക്ക് കൊടുത്തിട്ടില്ല എങ്കിൽ നാളെ നമ്മുടെ കണ്ണീരായി മക്കൾ മാറും. അത് മാറാതിരിക്കാൻ വലിയൊരു ശ്രമം നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. അതാണ് ഞാൻ ബുദ്ധിയും ചിന്തയും പറഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ ഈ കാര്യം കൂടി ഈ ഒരു സംസാരത്തിലും ചേർത്ത് പറഞ്ഞത്. മാറിയ ചിന്തകൾ വലിയ പ്രശ്നമാണ്. റബ്ബുണ്ട്, പടച്ചോനുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഭൂരിഭാഗം മുസ്ലിങ്ങളും. പക്ഷേ ചിന്ത മറ്റു പല രൂപത്തിലേക്കും പോകും. അതിന് ഉറപ്പിച്ച് നിർത്തുക എന്നത് ഏറ്റവും പ്രധാനമാണ്. ആ ചിന്ത തെറ്റുന്നതോടെ മനുഷ്യൻ തെറ്റി തുടങ്ങും. എത്ര ബുദ്ധി ഉണ്ടായിട്ടും കാര്യമില്ല. കണ്ടോ, ലോകത്തെ ബുദ്ധിരാക്ഷസരാണിപ്പോൾ ഈ യുദ്ധം നടത്തുന്നതൊക്കെ. വലിയ ബുദ്ധിയുള്ള ആളുകൾ അവർ കണ്ടെത്തിയ വലിയ വലിയ ബോംബും മിസൈലുകളൊക്കെ വന്ന് പതിച്ചുകൊണ്ടിരിക്കുന്നത്. ബുദ്ധി കൊണ്ടല്ല കാര്യം, അവനെങ്ങനെ ചിന്തിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനമാണ്. അതുകൊണ്ട് ചില ചിന്തകൾ, ദൈവചിന്ത നോക്കൂ, ഏറ്റവും പ്രധാനം എന്താ, ഞാൻ
എത്രയൊക്കെ ഗുഹയിൽ പോയി ഒളിച്ചാലും മാളത്തിലിരുന്നാലും എൻ്റെ റബ്ബ് എന്നെ കാണുന്നു എന്ന ചിന്ത, ആ ചിന്തയാണ് തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ ഒരു മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ചിന്ത. നമ്മുടെ മക്കൾക്ക് നമ്മൾക്കൊക്കെ ഉണ്ടാവേണ്ടത് ഈ ഒരു ചിന്തയാണ്. ഒരു പ്രേമിക്കുന്ന പെൺകുട്ടി ബാപ്പയും ഉമ്മയും ഉറങ്ങിക്കഴിഞ്ഞാലാണ് പുതപ്പിനുള്ളിൽ നിന്ന് ഫോൺ എടുക്കുക. കാരണം എൻ്റെ റബ്ബ് എന്നെ കാണുന്നു എന്ന ചിന്ത മാറിപ്പോവാണ്. ബാപ്പ കാണാത്ത, ഉമ്മ കാണാത്ത, എൻ്റെ സുഹൃത്തുക്കളൊന്നും കാണാത്ത ഇടം സുരക്ഷിതമാണെന്ന് ആ കുട്ടി ധരിച്ചു വെക്കാണ്. ആ കുട്ടീൻ്റെ ചിന്തയാണ് മാറിയതാണ്. എന്നാൽ ഏത് പൊത്തിൽ പോയി ഒളിച്ചാലും, എത്ര വലിയ ഇരുമ്പ് കവചത്തിനുള്ളിൽ ഇരുന്നാലും, മനുഷ്യൻ്റെ മനസ്സ് പോലും അറിയുന്ന ഉറക്കമില്ലാത്ത, ക്ഷീണമില്ലാത്ത റബ്ബുണ്ട് എന്നൊരു കുട്ടിക്ക് ചിന്തയുണ്ടെങ്കിൽ, ആ മാറിയില്ല ആ ചിന്ത എങ്കിൽ ആ കുട്ടി ഓക്കെയാണ്. അല്ലാത്ത പക്ഷം തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ചിന്തയെക്കുറിച്ച് നമ്മളും ഒന്ന് ചിന്തിക്കണം. അതാ ഞാൻ കഴിഞ്ഞ സംസാരത്തിൽ സൂചിപ്പിച്ചത്, ഖുർആൻ ഏറ്റവും കൂടുതൽ ബുദ്ധിയെക്കുറിച്ചുള്ളതിനേക്കാൾ കൂടുതൽ പറയുന്നത് ചിന്തയെക്കുറിച്ചാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ കൂട്ടരെ എന്ന ചോദ്യമാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് ഈ ചിന്ത നമ്മുടേത് മാറിപ്പോകും. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഒരു ചിന്തയുടെ കേന്ദ്രം എവിടെയാണ്? ചിന്ത എന്ന് പറയുന്നത് എങ്ങനെയാണ് രൂപപ്പെടുക? ആ ചിന്ത രൂപപ്പെടാൻ രണ്ടു കാര്യങ്ങളുണ്ട്. അതും നമ്മുടെ മക്കളുമായി ബന്ധപ്പെട്ടും നമ്മളുമായി ബന്ധപ്പെട്ടും ഒക്കെ വളരെ അധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് മനുഷ്യൻ്റെ ചിന്ത മാറും. ഒന്ന്, അവൻ്റെ അനുഭവങ്ങൾ, എക്സ്പീരിയൻസസ്. രണ്ട്, അവൻ്റെ പേഴ്സ്പെക്റ്റീവ്. അവൻ്റെ പേഴ്സ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ മലയാളം എന്താ? അവൻ്റെ എന്താ മലയാളം പറയാം? വീക്ഷണം. അവൻ്റെ വീക്ഷണം, അവൻ കാര്യങ്ങൾ നോക്കിക്കാണുന്ന ആ ഒരു വീക്ഷണക്കോൺ. ഇതാണ് ഈ രണ്ട് കാര്യമാണ്. ഇപ്പം നമ്മുടെ മക്കൾ എക്സ്പീരിയൻസ് എന്താണ്, അവരെന്ത് എക്സ്പീരിയൻസ് ചെയ്യുന്നു എന്നത് വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെയാണ് അവരുടെ പേഴ്സ്പെക്റ്റീവ് രൂപപ്പെടുന്നതും അവരുടെ വീക്ഷണം രൂപപ്പെടുന്നതും. ഇതെങ്ങനെയാണ് ഈ പേഴ്സ്പെക്റ്റീവൊക്കെ രൂപപ്പെടുക? അവർ കാണുന്ന കാഴ്ചകളും വായിക്കുന്ന പുസ്തകങ്ങളും ഒക്കെ ഒരു മനുഷ്യൻ്റെ ചിന്തയെ ബാധിക്കും. അവിടെ നമ്മുടെ കുട്ടി എന്താ കാണുക, എന്താ നമ്മളെ കുട്ടി കേൾക്കുന്നത്, എന്താ നമ്മുടെ കുട്ടി വായിക്കുന്നത് എന്ന് കൃത്യമായ ബോധം നമുക്കുണ്ടാവണം. ആ വായനകൾ പോകുന്ന റൂട്ട് ശരിയല്ല എങ്കിൽ, നോക്കൂ, ചില കോഴ്സുകൾ ഇംഗ്ലീഷ് പഠിക്കുന്ന കുട്ടിയൊക്കെ യൂറോപ്യൻ ലിറ്ററേച്ചർ കൂടുതൽ വായിക്കും. ആ വായന ആ കുട്ടിയെ കൃത്യമായിട്ട് ആ കുട്ടിയുടെ ചിന്തയെ മാറ്റിക്കളയും. അതാണ് ഈ ഫെമിനിസ്റ്റ് ചിന്തകളും അതേപോലെയുള്ള ദൈവനിഷേധ ചിന്തകളൊക്കെ മനുഷ്യന് വരാനുള്ള പ്രധാനപ്പെട്ട കാരണം. കാണുന്നത് പ്രശ്നമാണ് എന്ന് പറഞ്ഞാൽ ചാനൽ തുറന്നാൽ ചില കുട്ടികളൊക്കെ കാണാൻ ചാനൽ തുറന്നു കഴിഞ്ഞാൽ സംവാദങ്ങൾ കേൾക്കും. മതമില്ല എന്ന് പ്രചരിപ്പിക്കുന്ന ആളുകൾ, ഈ നിരീശ്വരവാദികൾ, അവരുമായുള്ള സംവാദവും അവരുടെ വീഡിയോ ക്ലിപ്പുകളൊക്കെ കാണും. പതിയെ അവർ പറയുന്ന ആശയത്തിലേക്ക് അറിയാതെ ചിന്ത മാറും. പണ്ഡിതന്മാർ അധികവും പറയണത് ഇത്തരത്തിലുള്ള വീഡിയോകളും ഇത്തരത്തിലുള്ള കാഴ്ചകൾക്ക് പിറകിൽ നിങ്ങൾ പോവരുത് എന്നാണ്. കാരണം അതൊക്കെ ചിന്തയെ മാറ്റിക്കളയും. അതുകൊണ്ട് ഉറച്ച ദൈവഭക്തിയുള്ള, എല്ലാം കാണുന്ന റബ്ബ് നമ്മളെ നോക്കിക്കാണുന്നു എന്ന ചിന്തയുള്ള ആളുകളായിട്ട് മാറാനാണ് ഈ റമദാൻ മാസത്തിലും നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ മക്കളെയും ഈ രൂപത്തിൽ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പം ഒരു സ്വൈര്യവും സമാധാനവും നമുക്ക് കിട്ടുക എന്ന് നമുക്ക് ഓർമ്മ വേണം. റബ്ബ് ഏറ്റവും നല്ല ഇസ്ലാമിക ചിന്തയുള്ള ആളുകളാക്കി, ആ ചിന്തയിൽ ഉറച്ചു നിർത്തുന്നവരാക്കി നാം ഏവരെയും മാറ്റുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.